ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് ലൈക്സ് നിങ്ങൾക്ക് വേണോ? എന്നാൽ വീഡിയോ മുഴുവനായിട്ട് കാണുക, അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 100% സേഫാണ്. കാരണം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് എങ്ങും ലോഗിൻ ചെയ്യാതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ലൈക്സ് എല്ലാം കൂട്ടാൻ പോകുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പരിചയപ്പെടാം. മച്ചന്മാരെ, വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോം ബ്രൗസറിലേക്ക് വരും. ഓക്കെ, ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ പേജിലേക്ക് വരും. എന്നിട്ട് നിങ്ങളിവിടെ കാണുന്ന ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്. ആ ഓപ്പൺ വെബ്സൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് ലോഡായി എത്തും മച്ചന്മാരെ. അത് ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും വരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ, ആ ബോക്സ് ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു റീലോഡായി അടുത്തൊരു പേജിലേക്ക് എത്തും നിങ്ങൾ. അന്നേരം മെച്ചമായിട്ട് നിങ്ങൾ ഇതേപോലത്തെ പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു 5ാമത്തെ സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 5 സ്റ്റാർ മഞ്ഞ കളറാകും. ഓക്കെ, 5 സ്റ്റാർ മഞ്ഞ കളറായെന്ന് കൺഫേം ചെയ്യുക. ബാക്കി പിന്നെയും താഴോട്ട് 5 സ്റ്റാർ എന്നുണ്ട്. അങ്ങനെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഏറ്റവും അവസാനം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം 5 സ്റ്റാർ കംപ്ലീറ്റ് ആവും. ഈ സ്റ്റാർ എല്ലാം മഞ്ഞയാക്കണം നമ്മൾ. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ കാണുന്ന പോസ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ആ പോസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ലോഡാകും. ഇതേപോലത്തെ പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് മച്ചന്മാരെ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഒരു 30 സെക്കൻഡ് ഇവിടെ നിന്ന് നീക്കി നിൽക്കുക. 30 സെക്കൻഡ് ഒന്ന് നീക്കി നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് അടിക്കുക. പിന്നെ ഒന്നുകൂടെ ബാക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ ഓപ്പൺ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം മച്ചന്മാരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനത്തെ ഇൻ്റർഫേസ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാം മച്ചന്മാരെ, ഒരിക്കലും നിങ്ങൾ 1 മിനിറ്റ്, ഒരിക്കലും ഇവിടെ കൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേക്ക് അക്കൗണ്ട് ഒരു പ്രൊഫൈലും ഇടുക, അതേപോലെ ഒരു 3 പോസ്റ്റും അപ്ലോഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ആവത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായല്ലോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് അക്കൗണ്ട് പ്രൊഫൈലും ഇടുക, ഒരു 3 പോസ്റ്റും ഇടുക. എന്നിട്ട് മാത്രം ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. എന്നാൽ മാത്രമേ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആവുകയുള്ളൂ. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആയി കഴിയുമ്പോൾ ഉള്ള ഒരു ഇൻ്റർഫേസ് ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആയി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും ഒരു 4 സെക്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ടാസ്ക്, പിന്നെ ലൈക്സ്, ഫോളോവേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ടാസ്ക് എന്നുള്ള സെക്ഷൻ വഴി കോയിൻസ് കളക്ട് ചെയ്യണം. ഓക്കെ, മേളിൽ കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോളോസ് ഒക്കെ കൂട്ടാൻ പറ്റൂ. ഇപ്പം ഞാൻ ഫോളോസ് എന്നുള്ള സെക്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നുണ്ട്. ഇവിടെ ഫോളോവേഴ്സും താഴെ എഴുതിക്കുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കണേ, ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോണേ 10 ഫോളോവേഴ്സിന് വേണ്ട 10 ഫോളോവേഴ്സിന് 80 കോയിൻ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ കോയിൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇവിടെ ടാസ്ക് എന്നുള്ള എഴുതിയേക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ദാണ്ട ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴെ കാണുന്ന മഞ്ഞ കളറിലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് ഇല്ലേ, ആ ഫേക്ക് അക്കൗണ്ടിൽ ഇതിനകത്തുള്ളവർക്ക് ലൈക്കും ഫോളോയും പോകും. അതിന് വരെ നമുക്ക് കോയിൻ കിട്ടും. ആ കോയിൻ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ ഫോളോസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അപ്പം ഞാനപ്പോൾ ഓൾറെഡി എനിക്ക് ഡയമണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കുറച്ച് കോയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോയിൻസ് കിട്ടുന്ന വേറൊരു കോഡുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണുന്ന റെഫറൽ കോഡാണ്. അപ്പോൾ ഈ ഒരു കോഡ് എവിടെ എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കോഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് 100 കോയിൻസ് കിട്ടും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ തന്നെ അവസാനം തന്നെ മോർ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. മോർ, ആ ഒരു മാർക്ക് ചെയ്ത് കാണിക്കുന്ന മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോഡ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോഡ് എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന ബോക്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ടൈപ്പ് റെഫറൽ കോഡ് എന്നുള്ള താഴെ കാണുന്ന ഇതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഓക്കെ, താഴെ കാണുന്ന എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സെൻഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കൂട്ടി കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ തന്നെ നമുക്ക് യൂസർ നെയിം എൻ്റർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിം ഇവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചേക്കാണ്, അമൽ കൃഷ്ണൻ വൈറ്റി. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം
ആഡ് ചെയ്യാനുള്ളൊരു പേജ് ആയിരിക്കും മച്ചാന്മാരെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടേണ്ടത്, ഒറിജിനൽ അക്കൗണ്ട് ഫോളോസ് ആണ് കൂട്ടേണ്ടത്, ഒറിജിനൽ അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടേണ്ടത്, അക്കൗണ്ട് യൂസർ നെയിം. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഫോളോസ് കിട്ടൂ. അപ്പോൾ ഞാനിവിടെ 10 ഫോളോസ് ഓർഡർ ചെയ്യാൻ പോകുകയാണ്. ഇവിടെ ഞാൻ 10 എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈഡിൽ ഗെറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ആ ഗെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ, എനിക്കിപ്പോൾ ഡയമണ്ട് ആണുള്ളത്, നിങ്ങൾക്ക് കോയിൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തുകൊണ്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ ഞാൻ 80 ഡയമണ്ട് കൊടുത്തുകൊണ്ട് ഫോളോസ് ഓർഡർ ചെയ്ത്, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഫേക്ക് അക്കൗണ്ട് മാത്രമല്ല, ഒരു 4-5 ഫേക്ക് അക്കൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് കാണുന്ന ടാസ്ക് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടോ, നമുക്ക് ആഡ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫേക്ക് അക്കൗണ്ടോടെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇതേപോലെ കോയിൻ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്.